ഓർമ്മ കാണും. പഴയ ഒരു സതീർത്ഥ്യനാ. നമ്മൾ തമ്മിൽ ചില ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ജയൻ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ശല്യം ചെയ്യാൻ വരരുതെന്ന്. സി, ഞാൻ കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണാ. ഇനിയെങ്കിലും പഴയതും പറഞ്ഞെന്നെ ഉപദ്രവിക്കാൻ വരരുത്. ഉപദ്രവിക്കും. എന്നെ അപമാനിച്ച് നാണം കെടുത്തിയിട്ട് നിന്നെ അങ്ങനെ കല്യാണം കഴിക്കാൻ വിടില്ല ഞാൻ. ഇവനോട് പ്രേമം നടിച്ചു നടന്നപ്പോ ഇതായിരുന്നില്ലല്ലോ മേഡത്തിന്റെ ഭാവം. പിടിക്കാൻ പുളിങ്കൊമ്പ് കിട്ടിയപ്പോ പാവപ്പെട്ടവനെ വേണ്ടതായി അല്ലേ? പ്രേമോ? ഇവനോടോ? അതൊക്കെ പണ്ട് കോളേജിൽ സംഭവിച്ചൊരു നേരം പോക്ക്. കോളേജിൽ ഗ്യാങ് ആയി വിലസി നടക്കാൻ ഇവനെ പോലൊരു രാഷ്ട്രീയക്കാരന്റെയും ഗുണ്ടയുടെയും പിൻബലം വേണമായിരുന്നു എനിക്ക്. അല്ലാതെ പ്രേമോ മണ്ണാങ്കട്ടയൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രേമിക്കാൻ പറ്റിയ എന്ത് യോഗ്യത ഇവനുള്ളത്? അതൊന്നും അറിഞ്ഞാ കൊള്ളാം. കോടികളുടെ ആസ്തിയുള്ളവനെ കിട്ടിയപ്പോ നിനക്കെന്റെ പ്രേമത്തിന് യോഗ്യതയില്ലാതായല്ലേ? ജയ, ഇതൊരു പബ്ലിക് പ്ലേസാ. ഞാൻ ഉറക്കെ ഒന്ന് ശബ്ദിച്ചാ മതി. കാര്യം എന്തെന്ന് പോലും ചോദിക്കാതെ ചുറ്റിനുമുള്ളവര് വന്ന് നിന്നെ പെരുമാറും. അറിയാലോ, ഇവിടത്തെ നിയമം പെണ്ണിന്റെ കൂടെയാ. പ്രത്യേകിച്ചും അവളൊന്ന് കരഞ്ഞാൽ. അറിയാടി, അറിയാം. അതുകൊണ്ട് തന്നെ ചിലത് നേരിട്ട് പറയാനാ ഞാനിപ്പോ വന്നത്. നീ പലപ്പോൾ പല രീതിയിൽ പല സ്ഥലത്ത് വെച്ചും എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ഒരു ബന്ധത്തിന്റെ ദൗർബല്യത്തെ ഞാനതൊക്കെ അങ്ങ് ക്ഷമിച്ചതാ. ഇനിയിപ്പോ നീ വലിയൊരുത്തിനെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ആ ക്ഷമയങ്ങ് മതിയാക്കുക. ഇനി നീ ഒന്ന് കരയേണ്ടി വരും. അവസാനത്തെ കരച്ചില്. അത് വേണ്ടെന്നാണെങ്കിൽ നീ ഈ കല്യാണത്തിന് പിന്മാറണം. ഇപ്പൊ തന്നെ. പിന്മാറിയില്ലെങ്കിൽ കൊല്ലും ഞാൻ. കൊന്നിട്ട് ഈസി ആയിട്ടങ്ങ് ഊരിപ്പോരും. നീ വലിയ വർമ്മ ഫാമിലി എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് രാജവാഴ്ചക്കാലമല്ല, രാഷ്ട്രീയ വാഴ്ചക്കാലമാണ്. ഞാൻ പാർട്ടിയുടെ യൂത്ത് വിംഗ് സെക്രട്ടറിയാ. അതുകൊണ്ടാ പറഞ്ഞത് കൊന്നിട്ട് അങ്ങ് ഈസി ആയിട്ട് ഊരിപ്പോരുമെന്ന്. സൂക്ഷിച്ചോ, നിനക്കുള്ള എന്റെ അവസാനത്തെ വാണിംഗ്. കരയണോ ചാകണോ വേണ്ടോന്ന് നിനക്ക് സ്വയം തീരുമാനിക്കാം. വാടാ. ഇതാണ് സൈറ്റ്. കുറച്ച് ഹിൽ സൈഡാ. ഞാൻ എഞ്ചിനീയറുമായി സംസാരിച്ചു. ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള ഏർപ്പാട് അയാൾ ചെയ്യാന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും അപ്രൂവ് ചെയ്ത ബാക്കി ഞാൻ ഫോർവേഡ് ചെയ്തോളാം. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിലേ ഉടൻ തന്നെ ഒരു സൈറ്റ് സൂപ്പർവൈസറെ അങ്ങോട്ട് അയച്ച് റിപ്പോർട്ട് എടുക്കാം. നമുക്ക് നോക്കാം. ശരി. ഹലോ. ആഹാ, വാ പ്രിയങ്ക. ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ. യെസ്, പെട്ടെന്നൊരു തോന്നൽ ഇങ്ങോട്ട് വരണമെന്ന്. ദേ, ആനന്ദിന് വേണ്ടി കൊണ്ടുവന്നൊരു ഗിഫ്റ്റാ. എന്താണെന്ന് ഗസ് ചെയ്തൊന്ന് പറയാൻ പറ്റുമോ?
സോറി, നോ ഐഡിയ. പ്രിയങ്ക തന്നെ പറഞ്ഞാൽ മതി. ഹാ, ദേ നോക്കി ആന്റി, ആനന്ദിന് വേണ്ടി എത്ര ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റാ. ഒന്ന് ഗസ് ചെയ്ത് പറയാൻ പറഞ്ഞപ്പോ അതുപോലും പറ്റില്ലെന്നാ പറയുന്നത്. കമോൺ ആനന്ദ്, നിനക്ക് മനസ്സിൽ തോന്നുന്ന എന്താണെങ്കിലും പറയാം. ഇറ്റ് ഡസന്റ് മാറ്റർ. എന്തായാലും കുഴപ്പമില്ല. കയ്യിലിരിക്കുന്ന കവർ നോക്കിയിട്ട് എന്തോ ഫ്രെയിമാണ്. ഒന്നെങ്കിൽ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ്. അത്രേ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, പകുതി ശരിയായി. ഇനി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, മുഴുവൻ ശരിയാവും. സോറി പ്രിയങ്ക, ഐ ഗിവ് അപ്പ്. ഇനി നീ തന്നെ പറഞ്ഞാൽ മതി. ആനന്ദ് പകുതി ഗസ് ചെയ്തില്ലേ മോളെ, ഇനി ബാക്കി പകുതി നീ തന്നെ പറഞ്ഞ് ഫിനിഷ് ചെയ്യേ. ശരി, ഞാൻ തന്നെ പറയാം. പറയല്ല, ഐ ആം ഷൂയിങ് സംതിങ്. ഫാന്റാസ്റ്റിക്, ഉഗ്രം വരപ്പാണല്ലോ. താങ്ക് യു. സൂപ്പർ മോളെ, നന്നായിട്ടുണ്ട്. അല്ല, ഇതാരാ വരച്ചത്? വേറെ ആര്? ഇത് ഞാൻ തന്നെ ആന്റി സ്കെച്ച് ചെയ്ത്. വാട്ട്? നീ വരച്ചതാണെന്നോ? മാർവലസ്. അപ്പൊ പ്രിയങ്ക വർമ്മ ഒരു ചിത്രകാരി കൂടിയാണല്ലേ? കോളേജ് ഡേയ്സിൽ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് നാളുകൂടി ഒന്ന് വരച്ചതാ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കണം. വരയ്ക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടാത്ത ഒരു ഗോഡ്സ് ഗിഫ്റ്റാ. താങ്ക്സ്. അല്ല, ആനന്ദ് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തേ, ഇഷ്ടായില്ലേ? നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ആന്റി. യഥാർത്ഥ ആനന്ദും ഞാൻ ഈ വരച്ച ആനന്ദും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏയ്, എനിക്കൊരു വ്യത്യാസവും തോന്നുന്നില്ലല്ലോ. അതെ, എനിക്കും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്നാലേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദേ, ഈ ഡ്രോയിങ്ങിലുള്ള ആനന്ദിന്റെ മുഖത്ത് എപ്പോഴും ചിരിയുണ്ടായിരിക്കും. പക്ഷേ നേരിൽ കാണുന്ന ആനന്ദിന്റെ മുഖത്ത് എപ്പോഴും ആ ചിരി കാണില്ല. ഹീസ് ഓൾവേസ് എ സീരിയസ് മാൻ. അത് ശരിയാ. പ്രിയങ്ക പറയുന്നതിലും അല്പം കാര്യമുണ്ട്. ഈയിടെയായിട്ട് നീ എന്താ എപ്പോഴും ഡള്ളായിട്ടിരിക്കുന്നേ? എന്തു പറ്റി നിനക്ക്? നത്തിങ് അമ്മേ, ഐ ആം ഓക്കേ. ആയുഷുവ, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഒന്നുമില്ലമ്മേ. ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നത്. ആന്റി, എന്റെ ഫ്രണ്ട് ലില്ലിയാ വിളിക്കുന്നേ. അവള് യുഎസിൽ പോകുന്നതിന് മുൻപ് ആനന്ദിനെ കാണാൻ ഓഫീസിൽ വരാനിരുന്നതാ. അപ്പോ ഞാൻ വിളിച്ചപ്പോ രാജീവിനെ തേടി പോവാ, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആനന്ദ് ഒഴിവാക്കി. എനിക്കത് വല്ലാതെ ഫീലായി ആന്റി. ഐ വാസ് ഡെസ്പറേറ്റ്. ഹേയ്, അന്ന് ആനന്ദ് ഞാൻ പറഞ്ഞിട്ടാ രാജീവിനെ തേടി പോയത്. സോറി മോളെ, നീ ഫോൺ എടുക്ക്. ഹലോ. ഹായ് പ്രിയങ്ക, ഹൗ ആർ യു ദേർ? ഫൈൻ. അതെ, നിന്റെ ടൂർ പ്രോഗ്രാം ഒക്കെ ഞാൻ അറിഞ്ഞു. എന്ത് ടൂർ ആണെങ്കിലും എന്റെ കല്യാണത്തിന് നീ വരണം. അറിയാലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. അത് ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോ വിളിച്ചത് നീയും ജയനും തമ്മിലുള്ള ക്ലാഷിനെ കുറിച്ച് അറിഞ്ഞിട്ടാ. പ്രേമവും വാശിയൊക്കെ മൂത്ത് വൈരാഗ്യമായാലേ ചിലരൊക്കെ എന്തും ചെയ്യും. അത് ആസിഡ് ഒഴിക്കുന്നത് മുതൽ പെട്രോൾ ഒഴിച്ചും കത്തിക്കുത്ത് നടത്തിയും എന്തും. നീ സൂക്ഷിക്കണം. നാട്ടിൽ നടക്കുന്നൊക്കെ അറിയുന്നുണ്ടല്ലോ. ആ വാർത്തയൊക്കെ കേൾക്കുമ്പോ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോനാ തോന്നുന്നത്. മതി മതി. നീ എന്താ എന്നെ വിരട്ടാനാണോ ഫോൺ ചെയ്തേ? ഒരു ജയനും എന്നെ ഒന്നും ചെയ്യില്ല. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം.
നീ വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ നോക്ക്. എടി, ഇത് നീ വിചാരിക്കും പോലെ നിസ്സാരമല്ല. ജയൻ പാർട്ടി സ്വാധീനമുള്ളൊരു മൂർഖം പാമ്പാ. പാർട്ടിയാണ് പ്രശ്നം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ നിറം മാറും. അവന്റെ കൂടെ നടക്കുന്നവരൊക്കെ നല്ല ഒന്നാന്തരം ക്രിമിനൽസാ. നീ ഇനി എന്ത് വലിയ ഡയലോഗ് അടിച്ചാലും ഒരു കാര്യം മാത്രം ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ജയൻ ഭയങ്കര വൈരാഗ്യത്തിലാണ്. പാർട്ടി ബന്ധം കൂടെ ഉള്ളതുകൊണ്ട് പോലീസിനെ ഉൾപ്പെടെ അവന് സ്വാധീനിക്കാൻ കഴിയും. ഒപ്പം നിന്നെ നന്നായി ഉപദ്രവിക്കാനും. ഉപദ്രവം എന്ന് പറഞ്ഞാൽ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഉപദ്രവം. ദേ, നീ സൂക്ഷിച്ചാൽ നിനക്ക് ദുഃഖിക്കണ്ട. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ ഫോൺ വയ്ക്കാം. ഏതൊരു ശരാശരി പെണ്ണിന്റെയും സ്വപ്നം. ഈ താലിച്ചരടിൽ ജീവിതം സുരക്ഷിതമാണെന്നാണ് വിശ്വാസം. പക്ഷേ ഇതെന്റെ കഴുത്തിൽ കെട്ടാൻ വീട്ടുകാർ തീരുമാനിച്ച ആള് മറ്റൊരു പെണ്ണിനെയാ ഇതും ചാർത്തി വിളിച്ചോണ്ട് വന്നത്. ഇതിന് ഞാൻ ഇനി എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? വിധിയെന്നാണോ അതോ ചതിയെന്നോ? കല്യാണി, ഏതാ താലി? നീ ഇപ്പൊ എന്നെ കണ്ടപ്പോ മറച്ചു പിടിച്ച താലി ഏതാന്ന് ഉത്തരം കിട്ടുന്നില്ല അല്ലേ? നിന്റെ ഈ വെപ്രാളം കാണുമ്പോ തന്നെ അറിയാം നീ ആരും അറിയിക്കാതെ ഒളിച്ചോടി പോയി കെട്ടിയ താലിയാന്ന്. അയ്യോ, എന്തൊക്കെയാ പറയണേ? മലയാളം. ആരുടെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ട് താലി ഒരു ഒളിപ്പിച്ചിട്ട് നീ ഇത്രയും നാൾ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? അച്ഛൻ പറയുന്ന പോലൊന്നും അല്ല അത് പിന്നെ വേണ്ട, നീ ഇനി അങ്ങനെ ഉരുണ്ട് കളിക്കണ്ട. നീ എന്റെ പഴയ കല്യാണിയായിരുന്നെങ്കിൽ നീ പറയുന്നതൊക്കെ നിന്റെ അച്ഛൻ വിശ്വസിച്ചേനെ. പക്ഷേ ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന അഖില മേഡത്തെ വരെ പറഞ്ഞു പറ്റിച്ചവളാ നീ. നിന്നെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, നീ ഇങ്ങനെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതുകൊണ്ടാ നീ രാജീവുമായിട്ടുള്ള കല്യാണം മുടക്കിയത്. അയ്യോ, എന്തിനാ അച്ഛൻ ഇങ്ങനെ ഇല്ലാവചനം പറയണേ? അച്ഛന്റെ മോൾ അങ്ങനെ ഒരു പെണ്ണല്ല, എന്നെ വിശ്വസിക്കണം. കൂടുതൽ സെന്റിമെന്റ്സ് വേണ്ട.
മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ഞാനിപ്പോ കയറി വന്നപ്പോ നിന്റെ കയ്യിൽ ഒരു താലി ഇരിക്കുന്നത് കണ്ടതാ. ആ താലി കെട്ടിയവൻ ഏതവനാണെന്ന് പറഞ്ഞാ മതി. എവിടത്? ഇങ്ങെടുക്ക്. എടുക്കാൻ കൊടുത്തോടി. ഏതവനാടി ഇവൻ? ചോദിച്ച കേട്ടില്ലേ? ഏതവനാ നിന്റെ കഴുത്ത് താലി കെട്ടിയതെന്ന്? നീ പറയുന്നോ അതോ? വലിയ കുഞ്ഞ്. നീ എന്തായി പറഞ്ഞേ? വലിയ കുഞ്ഞോ? നിന്റെ കഴുത്ത് താലി കെട്ടിയ വലിയ കുഞ്ഞോ? അതെ അച്ഛ. പക്ഷേ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരു കല്യാണം അല്ലത്. ഡെമോ കല്യാണോ? ഡെമോ കല്യാണം? അതെ അച്ഛ. ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഡെമോ കല്യാണത്തിൽ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് മോഡലുകളോ ആർട്ടിസ്റ്റുകളോ ഒന്നും ആവരുത്. പകരം രാജീവായിരിക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ താലി അവിടെ തന്നെ കളഞ്ഞിട്ട് വരായിരുന്നില്ലേ? എന്തിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? കല്യാണി, നീ മനസ്സിൽ മറ്റു വല്ലതും? കല്യാണി, നീ മനസ്സിൽ മറ്റു വല്ലതും? ഇല്ല അച്ഛ, അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ എന്റെ മനസ്സിൽ. ദേ നോക്ക്, അമ്പലത്തിലിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം അടുത്തുനിന്ന് തൊഴുതിട്ട് വരാം. അത് പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കരുത്. അതത്ര നല്ലതിനല്ല. ആദ്യം നീ താലി കൊണ്ടുപോയി ഭണ്ഡാരപ്പെട്ടിയിലിട്ടേക്ക്. പിടിക്കേ. താലി ഭണ്ഡാരപ്പെട്ടിയിലിടുമ്പോ കൂടെ നിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത വല്ല ചിന്തകളും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഭണ്ഡാരപ്പെട്ടിയിലിട്ട് ഉപേക്ഷിച്ചേക്കണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായല്ലോ?